ഹായ് മൈ ഡിയേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ ആഗ്രഹിക്കുന്നോ? നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ വീണ്ടും ഉറങ്ങണം എന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ഒരു കപ്പ് ചായ അല്ലെങ്കിൽ കോഫി ഇതൊന്നും ഇല്ലാതെ രാവിലെ ഒട്ടും മൂഡില്ലാത്തൊരവസ്ഥയാണോ നിങ്ങൾക്ക്? എണീക്കുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ഫോൺ നോക്കണം എന്നുള്ളൊരു വെപ്രാളമുണ്ടോ? അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ക്ഷീണം കാരണം അങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നവർ പോയിട്ട് വന്ന ഉടനെ നേരെ വന്നങ്ങ് സിറ്റിയിൽ വന്ന് കിടന്ന് ക്ഷീണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങാറുണ്ടോ? നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല കേട്ടോ ഇതൊന്നും. നമ്മുടെ ഈ ലോകത്ത് 80% ആളുകളും ഇതിങ്ങനെ ഒരു ജീവിത രീതിയാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അവരുടെ ഒരു ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് അവരെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞതിനെ. ഒരു നിമിഷം നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ നമുക്ക്? പോരാ. ഈ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് തന്നേക്കുന്ന ഒരു ജീവിതമാണ് അല്ലേ ഇത്. അപ്പോൾ ഈ ലൈഫ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയാൽ മതിയോ? നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ മാറ്റണ്ടേ? നമ്മൾ മാറണം എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നുവോ എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റമുണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 30ാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയും. എനിക്ക് ഞാൻ ഇത്രയൊക്കെ മാറേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നല്ലേ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ അഫർമേഷൻസ് എഴുതുകയോ മാനിഫെസ്റ്റ് ചെയ്യണമെന്നോ അല്ലാണ്ട് എന്തെങ്കിലും മരുന്നോ മന്ത്രോ പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യം ഇതൊന്നുമല്ല. നമ്മൾ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ഇതുവരെ നടത്തിയിരുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് ശ്രമകരമായിട്ട് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് വെച്ചോ. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നിങ്ങൾ അന്നേരം ഇത് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഞാൻ ഇന്നൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇതിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ മാറ്റിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അഥവാ ഒറ്റയടിക്ക് മാറ്റണം എന്നുള്ളതല്ല. നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ശീലിച്ചു വന്ന ശീലങ്ങൾ ഒറ്റയടിക്ക് മാറ്റാൻ പറഞ്ഞ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മാറണമെന്നില്ല. നമ്മളെങ്കിലും ട്രൈ ചെയ്യുക. അതിൽ മാക്സിമം മാറ്റാൻ പറ്റുന്നതെല്ലാം മാറ്റുക, ബാക്കിയുള്ളതിനൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഞാൻ പറയുന്ന 30 ഡേയ്സ് ചലഞ്ചിലെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്, രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം കണ്ണ് തുറക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. രാവിലെ നിങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കൈകൾ കൊട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെച്ചിട്ട് യൂണിവേഴ്സിന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിന് നിങ്ങൾ ആദ്യം എന്ത് പറയുക? നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എങ്കിലും ഞാൻ പറയാം. ഇതുവരെ അത് ശീലിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ, വെള്ളം കുടിക്കണം. കാരണം നമ്മൾ രാത്രി ഒരുപാട് മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നതല്ലേ. നമ്മുടെ ശരീരത്തിന് വീണ്ടും ഒരു ഉന്മേഷം വരുന്നതിനും ഏറ്റവും ശരീരം ഉണർത്തുന്ന ഏറ്റവും വലിയൊരു അമൃതാണെന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങളൊരു പറ്റുന്നവരൊരു കുപ്പി വെള്ളം കുടിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ രാവിലെ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ മിനിമം ഒരു 2 ഗ്ലാസ്സെങ്കിലും അല്ലെങ്കിൽ 1 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കാൻ ട്രൈ ചെയ്ത് തുടങ്ങുക. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഫോൺ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇത് നിങ്ങളുടെ രാത്രിയിലത്തെ ഉറക്കത്തെയും ബാധിക്കും. രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടാനും പറ്റുന്നൊരു കാര്യമാണ് ഫോൺ എന്ന് പറയുന്നത്. കാരണം രാത്രി നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഫോൺ യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ രാത്രിയിൽ നിങ്ങളുടെ ഉറക്കത്തെ അത് ബാധിച്ചു വരുമ്പോൾ രാവിലത്തെ എനർജി അത് ബാധിക്കും അല്ലേ. ഉറക്കം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണമെങ്കിൽ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ കൈ എത്താത്തടുത്ത് എവിടെയെങ്കിലും മാറ്റി നിങ്ങൾ ഫോൺ വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ടിലെ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നോളും. രാവിലെ എണീക്കുമ്പോൾ ഫോൺ നോക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇനി ഒരു 30 ദിവസത്തേക്ക് നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ. കാരണം നമ്മൾ രാവിലെ നമ്മുടെ ഫോൺ നമുക്കിപ്പോൾ ഒരു അഡിക്ഷൻ ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ബ്രെയിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോറടി മാറ്റുന്നില്ലെങ്കിൽ ഇത് ഫോൺ തുറക്കുമ്പോൾ ഇന്ന കാര്യം. ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ രാവിലെ ഉപയോഗിക്കണമെന്ന് തോന്നി നമ്മുടെ ടൈം അത്രയും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുകയാണ്. അതുമാത്രമല്ല രാവിലെ തന്നെ നമുക്ക് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ. കാരണം അതിനകത്തുള്ള വീഡിയോസുകൾ കാണുമ്പോൾ കോമഡി ആയിട്ടുള്ള വീഡിയോസുകളാണ്. നമുക്ക് സന്തോഷം ചിരി വരുവാണെങ്കിൽ നമുക്കതിൽ പോസിറ്റീവ് എനർജി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും
അതിനകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം നമ്മൾ ഏതെങ്കിലും വിഷമപ്പെടുത്തുന്ന കാര്യമാണ് അഥവാ കണ്ടുപോകുന്നതെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജി നമ്മൾ സ്വയമേ കയറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് രാവിലെ ഫോൺ ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക. ഒരു 30 ദിവസത്തേക്ക് നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്തതാണ് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡിനകത്ത് നിങ്ങൾ ഇനിയുള്ളൊരു 30 ദിവസത്തേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ നടക്കണം. ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് രാത്രി നമ്മുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം രാവിലത്തെ ആഹാരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെയാണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നമ്മൾ ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ അത് വല്ലാണ്ട് ബാധിക്കും. ഡെയിലി നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അല്ലേ. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ജങ്ക് ഫുഡൊക്കെ നമ്മളിങ്ങനെ കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കുന്നത് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഡെയിലി കഴിക്കുന്നത് ഒഴിവാക്കുക. അത് മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്നും ഈ ഒരു വ്യായാമം നമ്മൾ ഈ ഒരു 30 ദിവസത്തേക്ക് നമ്മുടെ ശരീരം നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ഒന്ന് ചലിക്കണം അല്ലേ. നമ്മുടെ ഈ ശരീരത്തെ വെറുതെ ഇരുത്തി കഴിഞ്ഞ് ഇപ്പം നമ്മളെല്ലാവരും എല്ലാ വീടുകളിലും വണ്ടിയുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ വണ്ടിയിൽ ജോലിക്ക് പോകുന്നു, നടക്കുന്നില്ല, വീട്ടിൽ നിന്ന് വണ്ടിക്കകത്താണ് പോകുന്നത്, ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴും കസേരയിലാണ് ഇരിക്കുന്നത്, തിരിച്ചു വരുമ്പോൾ ക്ഷീണം കൊണ്ട് കയറി കിടക്കും. നമ്മുടെ ശരീരത്തിൽ വ്യായാമം ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ. നമ്മുടെ ഈ ശരീരത്തിന് ഒരു ഉണർവ് വരണമെങ്കിൽ, നമുക്ക് ഈ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒന്ന് ചലിപ്പിക്കണം. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഏറ്റവും നല്ല കാര്യമാണ് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ നടക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നടക്കണം. ഒട്ടും ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ 5 മിനിറ്റ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മിനിമം ഒരു 20 മിനിറ്റാണ് നമ്മൾ നടക്കേണ്ടത്. എങ്കിലും അതും 5 മിനിറ്റ് നടക്കാനുള്ള ടൈം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ റൂമിനകത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അടുക്കളയിലൊക്കെ നിൽക്കേണ്ടവരാണെങ്കിൽ പോലും അവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ശരീരത്തിന് രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ ഒരു വ്യായാമം മസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴോ ആരെങ്കിലുമൊക്കെ നമ്മൾ രാവിലെ കാണുമ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ച് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ രാവിലെ കാണുന്നവരാണെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ നമ്മളൊരാളെ കാണുമ്പോൾ അവരെ കാണാൻ നല്ല ഭംഗി, ഇത് നമ്മൾ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ ഒരാളുടെ ഒക്കെ പറയുമ്പോൾ അത് നമുക്കും പോസിറ്റീവ് ഓറ നമുക്കും തരും. അത് മാത്രമല്ല മറ്റൊരു വ്യക്തിക്ക്, അത് കേൾക്കുന്ന ഒരു വ്യക്തിക്കും അവരുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവും, അവർക്ക് നമ്മളോടൊരു ഇതുണ്ടാവും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തൊട്ട് 30 ദിവസത്തേക്ക് നിങ്ങൾ രാവിലെ നിങ്ങളെപ്പോൾ ഒരു ദിവസം കാണുന്ന ആളുകളോട് നമ്മൾ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ പുഷ് യുവർ സെൽഫ് ടു ബി ഹാപ്പി. നിങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഈ ചിരി എന്ന് പറയുന്നത് നമ്മൾ തനിയെ നമ്മുടെ മുഖത്ത് പുഞ്ചിരി അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ നോക്കണം. കാരണം നമുക്ക് ഈ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ചിരിക്കാൻ നന്നായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വെച്ചാൽ ഫോക്കസ് ഓൺ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങളെ നിങ്ങൾ ബോധേഡ് അല്ലെങ്കിൽ ഒരു 30 ദിവസത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ പ്രോബ്ലംസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാവാം അല്ലേ. ഈ പ്രോബ്ലംസ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയച്ചു പോലും ചാറ്റ് ചെയ്യുകയോ എഴുതുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. ഒരു മനുഷ്യരോട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അഥവാ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലെൻസിങ് ലെറ്റർ. നിങ്ങൾ ലെറ്റർ എഴുതി കത്തിച്ച് കളയുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി കളയുന്ന നല്ലൊരു മെത്തേഡാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവും. ക്ലെൻസിങ് ലെറ്റർ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക, എഴുതുക, കത്തിച്ച് കളയുക. വായിച്ചു നോക്കാനോ ഒന്നും നോക്കാതെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അതേപോലെ എഴുതുക, കത്തിച്ച് കളയുക. അല്ലാതെ നമ്മുടെ വിഷമങ്ങൾ ഒരിക്കലും നിങ്ങളൊരു 30 ദിവസത്തേക്ക് നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. മസ്റ്റായിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ ഗോസിപ്പുകൾ പറയും. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള ഓരോ വീഡിയോസിൽ, അത് കാണുന്ന ഓരോ വീഡിയോസിൽ നമ്മൾ അതിനകത്തൊക്കെ കമൻസുകൾ നമ്മൾ നോക്കാമെങ്കിൽ ഒരുപാട് ആ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കമൻസുകളൊക്കെ ഇടാറുണ്ട് അല്ലേ. ഇന്ന് തൊട്ടൊരു 30 ദിവസം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കമൻസ് ഇടാറുണ്ട് എന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ നമ്മൾ കാരണം ഒരാൾ വേദനിക്കാൻ പാടില്ല, ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് തന്നെയാണ് തിരിച്ചത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കാരണം ഒരാൾ വിഷമിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കർമ്മ തിരിച്ചടിക്കുന്നത് ആർക്കാണ്? നമുക്ക് തന്നെയാണ്. എന്തിനാണ് നമ്മൾ മറ്റൊരാളെ, അത്രയും നമ്മൾ വേറൊരാളെ തിരുത്താൻ നമുക്കത്രയും നമ്മൾ പൂർണ്ണമായിട്ടും നല്ലൊരു വ്യക്തിയല്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കുന്നതും അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പറയുന്നതും അവരെക്കുറിച്ച് ഇല്ലായ്മകൾ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ ഇന്ന് തൊട്ട് നിർത്തുക. 30 ദിവസത്തേക്ക് നിങ്ങൾ മാക്സിമം അത് നിർത്താൻ നോക്കുക. പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പത്രം വായിക്കുന്ന ശീലമുള്ളവർ, നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ ചായ കുടിക്കുന്നതിന് കൂടെ പത്രം വായിക്കുക എന്ന് തോന്നുന്നത്. പത്രം രാവിലെ മാക്സിമം വായിക്കാതിരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം പത്രത്തിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ, അറിവ് നൽകുന്ന കാര്യങ്ങളുണ്ട്. അത് കൂടാതെ നമുക്ക് കൂടുതലും അതിനകത്തിപ്പോൾ വരുന്ന എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമുക്ക് വിഷമപ്പെടുത്തുന്ന ഒരുപാട് ന്യൂസാണ് ഡെയിലി ലൈഫിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പത്രം വായിക്കുമ്പോൾ നമ്മൾ ആ വായിക്കുന്നതിനകത്തുള്ള ചിലപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ അത് നമുക്ക് രാവിലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരുന്ന കാര്യമാണ്. നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ഈ ഓരോ നെഗറ്റീവ് എനർജി കാരണം നമ്മുടെ ഒരു ദിവസത്തെ സ്വഭാവം, ചിലർ പറയത്തില്ലേ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വഭാവം എന്താ ഇങ്ങനെ ആവുന്നത്, എന്തിനാ രാവിലെ തന്നെ, അത് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യത്തിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ പത്രം വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കുക. നിങ്ങൾ പിന്നെ ഉച്ച സമയത്തോ രാത്രിയിലും വായിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പത്രം നിങ്ങൾ പകൽ മറ്റുള്ള സമയത്ത് എപ്പോഴെങ്കിലും വായിക്കുക, രാവിലെ ഉറക്കം എണീക്കുമ്പോൾ വായിക്കാതിരിക്കുക. പിന്നെ TV ഷോയിലൊക്കെ നിങ്ങൾ സീരിയലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ 30 ദിവസത്തേക്ക് പറ്റുന്നവർ മാക്സിമം നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. TV സീരിയലിലൊക്കെ കാണുന്ന ഓരോ ഡയലോഗുകളും നമ്മുടെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സീരിയലുകൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് കുറയ്ക്കുക, നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ കാണുന്നത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ ചർച്ചകൾ കുറച്ച് ഒരു 30 ദിവസത്തേക്ക് നിങ്ങളൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ രാഷ്ട്രീയ ചർച്ചകൾ നമ്മുടെ ശരീരത്തേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജികൾ തരുന്ന കാര്യമാണ്. രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കും. നമ്മൾ ഈ ഒരു 30 ദിവസത്തേക്ക് നമ്മൾ നെഗറ്റീവ് പീപ്പിൾസിൽ നിന്ന് നമ്മൾ സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സൊസൈറ്റിയിൽ പല കാഴ്ചപ്പാടുകളും പലതരം അഭിപ്രായമുള്ള വ്യക്തികളായിരിക്കും ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ടാണ് നമ്മൾ ഇത്രയും നാളും വളർന്നു വന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നമ്മുടെയൊക്കെ സംസാരിക്കാനായിട്ട് പല കാര്യം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാം. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ കുറ്റങ്ങൾ ആരെയും പറയാതിരിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ സംസാരിക്കുമ്പം എനിക്കിത് കേൾക്കണ്ട എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെയൊക്കെ മറ്റുള്ളവരും കഥകൾ വന്ന് പറയും. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്ത് പോകാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ചിന്തയെ പോസിറ്റീവാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരും നിങ്ങളുടെ വന്നിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ കഥകളും കുറ്റങ്ങളും ഒക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ പറയേണ്ട ഒരു കാര്യമാണ് ക്യാൻസൽ. നിങ്ങളത് എഴുതി വെക്കണം. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മളത് ക്യാൻസൽ പറഞ്ഞിട്ട് അതിന് പകരമായിട്ട് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ചിന്തിച്ചാൽ മതി. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുവാണ് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വായിലോട്ട് അറിയാതെ നെഗറ്റീവ് കാര്യങ്ങൾ വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ പറഞ്ഞ് അതിനെ കളയുക. മനസ്സിൽ ക്യാൻസൽ എന്ന് പറയുക. ക്യാൻസൽ പറഞ്ഞിട്ട് അതിന് ഇതായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ തനിയെ ഉണ്ടാക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ തോട്ട്സ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളാക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ കോമഡി സീൻസൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം ഇത് നിങ്ങൾ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യമാണ് കോമഡി സീൻസ് അങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നത്. പിന്നെ നിങ്ങൾ സെൽഫ് പ്രാക്ടീസായിട്ട് ഇനിയുള്ളൊരു 30 ദിവസത്തേക്ക് നിങ്ങൾ സെൽഫ് പ്രാക്ടീസായിട്ട് ചെയ്യേണ്ട മസ്റ്റ് കാര്യമാണ് ക്ലെൻസിങ് ലെറ്റർ. മാക്സിമം 24/7 നിങ്ങളെ സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾ നോക്കണം. പിന്നെ നമ്മളെ ഒരുപാട് നമുക്ക് ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ നമുക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം അല്ലേ. നമ്മളെ കുറ്റം പറയുന്നവരും ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ തിരിച്ച് വഴക്കിടാൻ, നിങ്ങളൊരു 30 ദിവസത്തേക്ക് നിങ്ങൾ തിരിച്ച് വഴക്കിടാൻ പോകാതെ അവരോട് ഫോർഗീവ്നെസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമ്മൾ ക്ഷമിക്കുക.
നമ്മൾ കാരണം ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അതുകൊണ്ട് ഫൊർഗീവ് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾക്ക് നല്ല ഒരു പ്രശ്നമില്ലാത്തൊരു ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ വിഷമങ്ങൾ വരുവാൻ നിങ്ങൾ മസ്റ്റായിട്ട് ക്ലെൻസിങ് ലെറ്റർ എഴുതി കത്തിച്ച് കളയുക. അല്ലാണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കാൻ നമ്മൾ തനിയെ ശ്രമിക്കുക. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം, ഫോർഗീവ്നെസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം, ക്ലെൻസിങ് ലെറ്റർ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമമൊക്കെ നിങ്ങൾ എഴുതി കത്തിച്ച് കളയുക. ഇത് മൂന്നും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ. പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസത്തിന് ഫുള്ള് നമ്മൾ നന്ദി പറഞ്ഞിട്ട് കിടന്നുറങ്ങാവുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.